നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ. 26 സ്ക്വാഡിൽ ലയണൽ സ്കലോണി ഒളിപ്പിച്ച സർപ്രൈസുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. TYC സ്പോർട്സിൻ്റെ അനാലിസിസാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പേരുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ചില താരങ്ങൾക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പകരം ആര് വരുമെന്നുള്ള വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു അർജന്റീൻ മാധ്യമങ്ങളിൽ. ഒടുവിൽ സ്കലോനി ആ സർപ്രൈസ് അങ്ങ് മുന്നോട്ടേക്ക് വെക്കുമ്പോൾ മാർക്കോസ് അക്യൂഞ്ഞയുടെ പുറത്തുപോക്ക് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു ആബ്സെൻറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായിരിക്കുന്നത്. മറ്റ് താരങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അർജന്റീൻ മാധ്യമം വിലയിരുത്തുന്ന കുറച്ച് സർപ്രൈസുകളുണ്ട്, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. വേൾഡ് കപ്പിന് 2 ആഴ്ച മുമ്പ് സ്കലോനി 26 സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ മാർക്കോസ് അക്യൂഞ്ഞയുടെ പുറത്തുപോക്ക് തന്നെയാണ് എല്ലാവരുടെയും ഐബ്രോസ് ഉയർത്തുന്നത് എന്നവർ പറയുന്നുണ്ട്. അതേസമയം ഫെക്കുണ്ടോ മെദീന, വാലന്റിൻ ബാർക്കോ, ഹോസെ മാനുവൽ ലോപ്പസ് ഇവർ അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. അതിൽ അക്യൂഞ്ഞയുടെ കാര്യം അതാണ് സർപ്രൈസായിട്ട് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. 2022 വേൾഡ് കപ്പ് ചാമ്പ്യനാണ് അദ്ദേഹം. 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിലുണ്ടായിരുന്നു, പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അതിൻ്റെ കാരണം 34-കാരനായിട്ടുള്ള താരം റിവർ പ്ലേറ്റിൻ്റെ താരമാണിപ്പോൾ. ഫിസിക്കലി അദ്ദേഹം എക്സോസ്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഹാംസ്ട്രിങ് സ്ട്രെയിൻ ഉണ്ടായി. അപ്പോൾ കോപ്പ സുഡാമേരിക്കാന മത്സരത്തിനിടയ്ക്ക് പരിക്ക് പറ്റിയതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അദ്ദേഹം അർജന്റീനയുടെ മെഡിക്കൽ ടീമിൻ്റെ ഒബ്സർവേഷനിൽ തന്നെയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ കോലപ്പ് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അതിൽ മറ്റൊരു നോട്ടബിൾ ആബ്സെൻസ് എന്ന് പറയുന്നത് എമിലിയാനോ ബൂണ്ടിയാണ്. അവസാന നിമിഷം വരെ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. യൂറോപ്പ ലീഗ് ഫൈനലിലെ മികച്ച പെർഫോമൻസ്, ആസ്റ്റൺ വില്ല അവിടെ ചാമ്പ്യന്മാരായി, അതിലദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിന് സ്ക്വാഡിലേക്ക് വരാനുള്ള നല്ല സാധ്യത ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ഗോളും അസിസ്റ്റും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മികച്ച രൂപത്തിൽ അടയാളപ്പെടുത്തിയതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണുണ്ടായത്. അതും ഒരു സർപ്രൈസിങ് എലമെൻ്റായിട്ട് നിലനിൽക്കുന്നു. അത് നെഗറ്റീവ് സർപ്രൈസുകളാണ്. പോസിറ്റീവ് സർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ ഫെക്കുണ്ടോ മെദീന, അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്, ഒളിമ്പിക് മാർസയുടെ താരം. അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. ഇതാണ് അക്യൂഞ്ഞയുടെ ആബ്സെൻസിൽ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എത്തിക്കാൻ കാരണമായിരിക്കുന്നത്. സോ അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തി എന്നുള്ളതൊരു സർപ്രൈസിങ് എലമെൻ്റാണ്. അതോടൊപ്പം തന്നെ വാലന്റിൻ ബാർക്കോയുടെ ഇൻക്ലൂഷൻ, ഇറ്റ് വാസ് ഓൾസോ എ സർപ്രൈസ് എന്നാണ് TYC സ്പോർട്സ് വിലയിരുത്തുന്നത്. അതായത് അദ്ദേഹം ബൊക്ക ജൂനിയേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത്. കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്ക്വാഡിൽ അർജന്റീൻ ദേശീയ ടീമിൽ ലഭിച്ചിരുന്നത്. അതേസമയം ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, ആ വേഴ്സറ്റാലിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ക്വാഡിലേക്ക് വരാനുള്ളൊരു കാരണമായി. പിന്നെ ഇപ്പോൾ സ്ട്രാസ്ബർഗിൽ അദ്ദേഹം മോശമല്ലാത്ത ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെൽസിയിലേക്ക് പോകുന്നു. അപ്പോൾ സ്കലോനി ഏതായാലും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഹോസെ മാനുവൽ ലോപ്പസ് അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് വരുന്നു. കഴിഞ്ഞ സ്ക്വാഡുകളിലും ഇൻ്റർനാഷണൽ ബ്രേക്കിലെ സ്ക്വാഡുകളിൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കോച്ച് ഉൾപ്പെടുത്തിയിരുന്നു, നമുക്കറിയാം. അത് ബ്രസീലിൽ പാൽമറാസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഹോസെ മാനുവൽ ലോപ്പസ്. പക്ഷേ ഒരു 3-ാം സ്ട്രൈക്കറുടെ ആവശ്യമുണ്ടെന്നൊരു ചോദ്യമുണ്ട്. പല സ്ക്വാഡുകളും 2 സ്ട്രൈക്കർമാരെയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ലൗട്രോ ഉണ്ട്, ഹുലിൻ ആൽവാരസ് ഉണ്ട്. എന്നിട്ടും ഇവിടെ ഹോസെ മാനുവൽ ലോപ്പസിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വലിയ സർപ്രൈസായിട്ട് പറയുന്നത്. അതിൽ ലഭ്യമായിട്ടുള്ള അവസരങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിൻ്റെ ജേഴ്സിയുടെ ഭാരം അദ്ദേഹത്തെ വലക്കുന്നില്ല എന്ന് കാണിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ അർജന്റീൻ സ്ക്വാഡിലെ സർപ്രൈസുകളായിട്ട് TYC സ്പോർട്സ് അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട സർപ്രൈസ് അക്യൂഞ്ഞയുടെ പുറത്തുപോക്ക് തന്നെയാണ്. അത് പക്ഷേ പരിക്കിൻ്റെ കാരണം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബ്യൂണ്ടിയെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോച്ച് ലയണൽ സ്കലോനി കൃത്യമായ വ്യക്തമായ ഉദ്ദേശങ്ങളിൽ തന്നെയാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർജന്റീന സ്ക്വാഡിൻ്റെ വിഷയങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.